हरि ओम। सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। നമുക്ക് ചാണ്ട് ചെയ്യാം. 5 ശ്ലോകങ്ങൾ പ്ലസ് ഭജഗോവിന്ദം, ആകെ 6. തുടങ്ങാം. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യദ്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. നാരീസ്ഥനഭര നാഭീദേശം ദൃഷ്ട്വാ മാഗാമോഹാവേശം ഏതന്മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. നളിനീദളഗത ജലമതി തരളം തത്വജീവിതം അതിശയ ചപലം വിദ്ധി വ്യാധി അഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. യാവത് വിത്തോപാർജനസക്ത താവന്നിജ പരിവാരോ രക്ത പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താംഗോപി ന പൃച്ഛതി ഗേഹേ. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ ഗതവതി വായൗ ദേഹാപായേ ഭാര്യാഭീപ്യതി തസ്മിൻ കായേ. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. സ്വതവേ ആയുസ്സിൻ്റെ ദൈർഘ്യം വളരെ കുറച്ച് മാത്രമല്ല, എപ്പോഴാണ് അന്ത്യം എന്നതിന് നിശ്ചയമില്ല. പരീക്ഷത്തിനെ പോലെ 7 ദിവസം കൂടി ഉണ്ട് എന്നൊരു ഉറപ്പ് വേറെ ആർക്കും ഇതുവരെ ആരും കൊടുത്തിട്ടില്ല.
പരീക്ഷത്തിന് അങ്ങനൊരു ധൈര്യം ഉണ്ടായിരുന്നു. 7 ദിവസം ഇപ്പം എന്നെ തൊഴിലായിരുന്നു. നമുക്കതും പറയാൻ പറ്റില്ല. 7 മിനിറ്റ് പോയിട്ട് 7 സെക്കൻഡ് പോയിട്ട് 1 സെക്കൻഡ് ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ അവസ്ഥയിലാണ് നമ്മൾ. അതിനുപരിയായിട്ട് മനുഷ്യൻ അവൻ്റെ ബുദ്ധിശൂന്യമായ പ്രതീക്ഷകളും കർമ്മങ്ങളും ആവർത്തിക്കുക കാരണം ജീവിതത്തിൻ്റെ അവ്യക്തത വീണ്ടും കൂടി വരുന്നു. പൊതുവെ അവ്യക്തത ഇതും കൂടി ആകുമ്പോൾ കൂടി വരുന്നു. ഈ തരത്തിലുള്ള ഒരു ബെല്ലും ബ്രേക്കില്ലാത്ത ജീവിത ശൈലിക്ക് ഒരു എന്താ പറയുക ഒരു 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 തടയിടാനാണ് ആചാര്യസ്വാമികൾ ഉദ്ദേശിക്കുന്നത്. ഈ ഡുക്രിങ്കരണി ഒരു വഴി. പക്ഷേ അതിനുള്ള ചില പ്രതിബന്ധങ്ങളും കൂടി അദ്ദേഹം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്രയും കൂടെ എളുപ്പം എന്ന് പറഞ്ഞ് ഓടിപ്പോണ്ട, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഇത് മറികടക്കാൻ ആധ്യാത്മിക രംഗത്തിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്നുള്ളൊരു വിഷയം കൂടി നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അതാണ് അടുത്ത വരാൻ പോകുന്ന ശ്ലോകം. അതും ലോകസത്യങ്ങൾ തന്നെയാണ്. നമുക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് ലോകസത്യങ്ങൾ തന്നെയാണ്. അതൊരു ഇമാജിനറി ഒന്നുമല്ല, സത്യമാണത്. ഈശ്വരചിന്ത അല്ലെങ്കിൽ ഈശ്വര ധ്യാനം, ഈശ്വര സ്മരണ ഒരു മേമ്പടിക്ക് പോലും ചേർത്ത് ജീവിത കഷായം എന്തുകൊണ്ടാണ് മനുഷ്യന് കഴിക്കാൻ സാധിക്കാത്തത് എന്ന് വിവരിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ പോകാൻ. എന്തുകൊണ്ടാണ് മനുഷ്യനത് പറ്റാത്തത്? വൈ ഭജഗോവിന്ദം ഈസ് നോട്ട് പോസിബിൾ. അതാണ് നമ്മൾ അടുത്ത ശ്ലോകത്തിൽ കാണുമ്പോൾ. ഇവിടെ ഈ ഭജഗോവിന്ദത്തിലെ ഈ 31 ശ്ലോകങ്ങളും 12ഉം 16ഉം 4ഉം അതങ്ങനെ ആ ഘടന നിൽക്കും. പക്ഷേ ഈ 12ൽ പോലും ചിലപ്പോൾ കാലത്തിൻ്റെ പഴമ കാരണം ഇതൊന്നും അധികം എഴുതി വെച്ചിട്ട് അധികം കാലങ്ങളായിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു കേട്ട് വാക്കുകൊണ്ട് നാവ് കൊണ്ട് പഠിക്കുന്നതല്ലേ, ചെവിയിൽ കേട്ട് പഠിക്കുന്നതല്ലേ, ശ്രവണ രീതിയിലുള്ള വിദ്യാഭ്യാസം ആവുക കാരണം ചില എഡിഷൻസിലെ ചില ശ്ലോകങ്ങൾ മുമ്പ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ബാലസ്താവ് ക്രീഡാസക്ത എന്നുള്ളത് അർത്ഥമനർത്ഥം ഭാവൈ നിത്യം എന്നുള്ള ശ്ലോകം കഴിഞ്ഞിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നമ്മുടെ ഒരു ടെക്സ്റ്റിൽ, ഞാൻ ഉപയോഗിക്കുന്ന ടെക്സ്റ്റിൽ അത് ബാലസ്താവക് എന്നാണ് അടുത്ത് വരാൻ പോകുന്നത്. അത് പേടിക്കേണ്ട, പരിഭ്രമിക്കേണ്ട. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി അടുത്ത് ഞാൻ എടുക്കാൻ പോകുന്ന ശ്ലോകം ബാലസ്താവ ക്രീഡാസക്ത എൻ്റെ ടെക്സ്റ്റിൽ അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ എടുക്കുന്നു. അത് ചിലവരുടെ ടെക്സ്റ്റിൽ ഈ ബാലസ്താവ ക്രീഡാസക്ത എന്നുള്ളതിന് പകരം എന്താ പറയുക, അർത്ഥം അനർത്ഥം എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ കാതേ കാന്ത എന്നായിരിക്കാം, അതെന്തോ ആവട്ടെ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നമ്മൾ എടുത്താൽ മതി. ഒന്നും ഒരു തെറ്റൊന്നുമില്ല. അപ്പോൾ അതിൽ അവസാനത്തെ 12 ആകുമ്പോഴേക്കും ശങ്കരൻ ശരിക്കും 12 ദ്വാദശി മഞ്ചരികയിലേക്ക് തന്നെ പോകും. അപ്പോൾ ഇത് നമ്മൾ 7ാമത്തെ ശ്ലോകമാണെന്ന് എടുക്കുന്നത്, ഭജഗോവിന്ദ അടക്കം. അത് 7ാമത്തെ ശ്ലോകം ഞാൻ ഉപയോഗിക്കുന്ന പുസ്തകത്തിൽ ബാലസ്താവക് എന്നാണ്. അതുകൊണ്ട് നമുക്ക് അത് എടുക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ കറക്ഷനല്ല, എഡിഷനിൽ മാറിയുള്ള ശ്ലോകങ്ങൾ ഉണ്ടെങ്കിൽ ബാലസ്താവക് എന്നുള്ള ശ്ലോകങ്ങൾ എടുത്തോളൂ. അത്രയേ ഉള്ളൂ. അതിൽ വേറെ ഒരു ബുദ്ധിമുട്ടില്ല അതിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ശ്ലോകം ഒന്ന് പരിചയപ്പെടാം. ബാലസ്താവത് ക്രീഡാസക്ത തരുണസ്താവത് തരുണീസക്ത വൃദ്ധസ്താവത് ചിന്താസക്ത പരമേ ബ്രഹ്മണി കോപിനസക്ത. ഇവിടെ വാക്കുകളും ചിലപ്പോൾ വ്യത്യാസം കാണും. ബാലസ്താവത് ക്രീഡാസക്ത, തരുണസ്താവത് തരുണീരക്ത, ഒന്നും കുഴപ്പമില്ല, അർത്ഥത്തിനൊന്നും വ്യത്യാസമൊന്നുമില്ല. തരുണസ്താവത് തരുണീരക്ത, വൃദ്ധസ്താവത് ചിന്താമഗ്ന എന്നൊക്കെ കാണും. അത് പേടിക്കണ്ട, എല്ലാ അർത്ഥം ഒന്നും തന്നെയാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൽ അങ്ങനെയാവുക കാരണം, ഞാൻ പഠിച്ചത് അങ്ങനെയാവുക കാരണം അങ്ങനെ പറയുന്നതേ ഉള്ളൂ. രണ്ടും അർത്ഥത്തിന് യാതൊരു തെറ്റുമില്ല. അർത്ഥം തെറ്റു വരുന്ന സമയത്തുണ്ടെങ്കിൽ നമുക്കത് ചിന്തിച്ച് ഒരു പരിഹാരം അതിനുണ്ടാക്കാം. അതർവൈസ് ഇപ്പോൾ ഇതിന് യാതൊരു പ്രശ്നവുമില്ല. രക്ത എന്ന് പറഞ്ഞാലും സക്ത എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ബാലസ്താവക് ക്രീഡാസക്ത തരുണസ്താവക് തരുണീസക്ത വൃദ്ധസ്താവക് ചിന്താസക്ത പരമേ ബ്രഹ്മണി കോപിനസക്ത. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ
സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. ഇതിൻ്റെ അർത്ഥം ഒന്ന് കാണാൻ നമുക്ക്. ബാലസ്ഥാവത് ക്രീഡാസക്ത എന്നുള്ള ശ്ലോകത്തിൻ്റെ ബാലസ്ഥാവത് ക്രീഡാസക്ത, കുട്ടിയായിരിക്കുമ്പോൾ കളികളിൽ മുഴുകുന്നു. ബാലസ്ഥാവത്, ബാലനായിരിക്കുന്ന സമയത്ത്, ക്രീഡാസക്ത, കുട്ടികൾ കളിയിലും മുതിരുന്നു. കളിപ്പാട്ടങ്ങളാവാം, കളിക്കോപ്പുകളാവാം. അതൊക്കെ ചെറിയ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ വീട്ടിലുള്ള ഇൻഡോർ ഗെയിംസിൽ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ അറിയാലോ. എത്ര കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് മേടിച്ചു കൊടുത്താലും മതിയാവില്ല. അതിനൊക്കെ കണ്ടമാനം വിലയാണ്. ഇനി എത്ര വില പറഞ്ഞാലും കുട്ടികൾക്കത് മേടിച്ചു കൊടുക്കും നമ്മൾ, അല്ലേ? എന്താ കാരണം? കുട്ടികൾക്കത് ഇഷ്ടമാണ്. കളിപ്പാട്ടത്തിനോട് വളരെ വളരെ ഒരു പ്രതിപത്തി അവർക്ക്. അത് വിടില്ല. എന്നിട്ട് രാത്രി കിടക്കയിൽ കിടന്നുറങ്ങുമ്പോഴും ഒക്കെ അത് അവരുടെ ആകെപ്പാടുള്ള സമ്പാദ്യം അതാണ്, അവരുടെ സ്വത്ത് അതാണ്. നമ്മൾ നമ്മളുടെ സമ്പാദ്യത്തിനോട് എത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉണ്ടോ അവർക്കും ഈ കളിപ്പാട്ടത്തിനോടും കാലിയായിട്ടുള്ള തീപ്പെട്ടിയോടും ഫീസായിട്ടുള്ള ബൾബിനോടും ഒക്കെ വളരെ വളരെ താല്പര്യമാണ്. ആന്തരിക അർത്ഥത്തിൽ കുട്ടികൾ നമ്മളൊക്കെ ഒരേപോലെയാണ്. പക്ഷേ എങ്കിലും കളിപ്പാട്ടത്തിനോടാണ് കുട്ടികളുടെ അർത്ഥം. ബാലസ്ഥാവ ക്രീഡാസക്ത, കുട്ടികളായിരിക്കുമ്പോൾ കളികളിൽ മുഴുകുന്നു. ശങ്കരൻ പറയാണ്, ലോകത്തിനെ ഒബ്സർവ് ചെയ്തിട്ട് പറയാണ് ശങ്കരൻ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈശ്വരധ്യാനവും ഈശ്വരസ്മരണയും നാമജപവും ഭജഗോവിന്ദമൊന്നും പെട്ടെന്ന് പിടികിട്ടാത്തത് ഈ സമയത്ത്? ദുഃഖൃങ്കരനെ, ഈ 90-ാമത്തെ വയസ്സിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പിടികിട്ടാത്ത അറിയോ? യു ആർ ടു ലേറ്റ്. കാരണം ചെറുപ്പത്തിൽ നീ എന്താ ചെയ്തിരുന്നത്? ബാലസ്ഥാവ ക്രീഡാസക്ത, കളിച്ചു നടന്നു, കളിപ്പാട്ടങ്ങളുടെ പിന്നാലെ ഓടിപ്പോയി. ഫുട്ബോള്, ക്രിക്കറ്റ്, ഇങ്ങനെയുള്ളതിലൊക്കെ ഓടിപ്പോയി. മനസ്സിലായില്ലേ? പിന്നെയോ അത് കഴിഞ്ഞ ബാലത്വം കഴിഞ്ഞു. പിന്നെന്തായി? തരുണസ്താവ തരുണീസക്ത, യുവാവായിരിക്കുമ്പോൾ യുവതിയിൽ ആസക്തനായി കഴിയണം. സ്വാഭാവികം. ചോരത്തിളപ്പം എന്നൊക്കെ പറയില്ല നമ്മൾ, ചെറുപ്പം, യൗവനം. അപ്പം ആ സമയത്ത് എന്താ? കാമക്കേളികൾ കൊണ്ടു നടക്കുന്നു. തരുണസ്താവ തരുണീസക്ത, തരുണികളുടെ പിന്നാലെ. തരുണൻ എന്നും പറഞ്ഞാൽ, തരുണി എന്ന് പറഞ്ഞാൽ തരുണൻ എന്ന് പറഞ്ഞാൽ തരുണൻ മാത്രമല്ല തരുണി എന്നുള്ള അർത്ഥമുണ്ട് അവിടെ. തരുണനാണെങ്കിൽ തരുണിൻ്റെ പിന്നാലെ, തരുണിയാണെങ്കിൽ തരുണിൻ്റെ പിന്നാലെ. അതും സ്ത്രീ പുരുഷ ബന്ധം മാത്രമല്ല ഇവിടെ കാണിക്കുന്നത്. ഇവിടെ സ്ത്രീ ആയാലും പുരുഷനായാലും വിഷയഭോഗങ്ങളുടെ പിന്നാലെ പോണു എന്നാണ് അതിൻ്റെ അർത്ഥം. യൗവനേ വിഷയൈഷിണാം, അക്സെപ്റ്റഡ് ഫാക്റ്റാണത്. രഘുവംശത്തിലെ രാജാക്കന്മാർ പോലും അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. യൗവനേ വിഷയൈഷിണാം, യൗവനകാലത്ത് ആരെയും പിടിച്ചാൽ കിട്ടില്ല, അതിൽ നടക്കും, ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. തരുണസ്താവ തരുണീസക്ത. പിന്നെയോ, പിന്നൊരു കാലം വരും, വൃദ്ധസ്താവ ചിന്താസക്ത. വൃദ്ധനായിരിക്കുന്ന കാലത്തോ മനസ്സ് പോണ ദിക്കിലേക്കൊന്നും ശരീരം പോവില്ല. കുട്ടികളെ, നിങ്ങൾ എന്താ പറയണത്? 970 എന്തായിരുന്നു എന്നാണ് വിചാരിക്കണം? എന്തൊക്കെ ചെയ്തു കൂട്ടി ഞാൻ, എന്തൊക്കെ പത്രാസുകൾ ഇളക്കി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, എന്താ പറയുക, പർവ്വതം കയറി, കടലിൽ ചാടി, എന്തൊക്കെ വീരകൃത്യങ്ങളാണ് ഞാൻ ചെയ്തറിയോ? ഇപ്പോഴത്തെ കുട്ടികളൊന്നിനും കൊള്ളില്ല. ഈ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിരുന്ന് TV കാണാന്നല്ലാണ്ട് ഒന്നിനും കൊള്ളില്ല. ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടറിയോ? ഹിമാലയ പർവ്വതം 3 പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ട്. ആകെപ്പാടൊരു സങ്കടമുള്ളൂ, ഇപ്പം അങ്ങോട്ടൊന്നും പോകാൻ പറ്റണില്ലല്ലോ എന്നൊരു വിചാരം. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കാണിച്ചിരുന്ന ചില വിക്രസുകളും അഭ്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ, പറയാൻ കൊള്ളാത്ത ചില അഭ്യാസങ്ങളൊക്കെ, സഭ്യമായിട്ട് പറയാൻ പറ്റാത്ത ചില അഭ്യാസങ്ങളൊക്കെ, തരുണാസ്താവ തരുണീസക്ത, അതൊന്നും ഇപ്പോൾ പറ്റണില്ലല്ലോ കുട്ടിയെ. ആരോടും പറയണ്ട കേട്ടോ. ഇത് കട്ടിലിൻ്റെ മുകളിൽ കിടപ്പായില്ലേ, എന്താ ഇനിയിപ്പോൾ ചെയ്യുക? ഇതിങ്ങനെ അയവർത്തിരിക്കുക. കുട്ടികളുടെ കാലത്ത് എന്തായിരുന്നു കളി, എന്തൊക്കെ കളികളാണ് ഞാൻ കളിച്ചത്, ഏതൊക്കെ പ്രൈസുകളാണ് ഞാൻ മേടിച്ച് കൂട്ടിയത് കളിക്ക്. യൗവനമായിരിക്കുന്ന സമയത്ത് ഞാൻ എന്തെല്ലാം വിക്രസുകൾ ചെയ്തിട്ടുണ്ട്,
ഇതെല്ലാം നുണകൾ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാം കുട്ടികളുടെ പിന്നാലെ പോയിട്ടുണ്ട്, ഏതെല്ലാം കുട്ടികളുടെ ഇന്ന് പൂ മേടിച്ചിട്ടുണ്ട്, ഏതെല്ലാം കുട്ടികൾക്ക് ഹാൻകർച്ചീഫ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പഴയ കഥകൾ ഇറക്കിക്കൊണ്ടിരിക്കുക. വൃദ്ധസ്ഥാവ ചിന്താസക്ത. പിന്നെ ഇനി എവിടെയാ സമയം? ശങ്കരൻ പറയണ കഷ്ടം. പരമേ ബ്രഹ്മണി കോപിന സക്ത. പരബ്രഹ്മത്തിന് ആർക്കും താല്പര്യമില്ലല്ലോ ഭഗവാനെ. ഈശ്വര വിചാരത്തിന് എവിടെയാ സമയം? ബാലസ്ഥാവക് ക്രീഡാസക്ത, തരുണസ്ഥാവക് തരുണീസക്ത, വൃദ്ധസ്ഥാവക് ചിന്താസക്ത, പരമേ ബ്രഹ്മണി കോപിന സക്ത. പരമമായിരിക്കുന്ന ദൈവത്തിനെ, മഹാപുരുഷനെ, ബ്രഹ്മാവിനെ, ബ്രഹ്മത്തിനെ, ബ്രഹ്മണി എന്ന് വെച്ചെങ്കിൽ ഈശ്വരൻ എന്നുള്ള അർത്ഥം. പരബ്രഹ്മം എന്നുള്ള അർത്ഥമല്ല, ബ്രഹ്മം ഈശ്വരൻ എന്നുള്ള അർത്ഥം. ഈശ്വര ചിന്ത, ഭജഗോവിന്ദം ഭജഗോവിന്ദം. ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ആ കാലം മുഴുവൻ പോയില്ലേ. ഇപ്പം ഇനി അതിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ എളുപ്പമല്ല. ഈ വാലുമൂത്ത കുരങ്ങനെ കളി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതാണ് ലോകത്തിൻ്റെ രീതി. ഇതൊന്ന് മനസ്സിലാക്കൂ കുട്ടികളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഇതാണ് പരമേ ബ്രഹ്മണി കോപിന സക്ത. അതുകൊണ്ട് എന്തു വേണം? ലോകത്തിൻ്റെ രീതി ഇങ്ങനെയാവുക. കാരണം അത് നടക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഈശ്വര ചിന്ത നമ്മളുടെ മനസ്സിൽ അലിഞ്ഞു കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും സമയത്തും ഒരു ചെറിയൊരു ഈശ്വര പ്രാർത്ഥന മനസ്സിൽ വേണം. കുട്ടിയായിരിക്കുമ്പോൾ ആ രീതിയിൽ, യൗവനമായിരിക്കുമ്പോൾ ആ രീതിയിൽ, വൃദ്ധനായിരിക്കുമ്പോൾ ആ രീതിയിൽ. വാർദ്ധക്യം മുനിയായി കഴിച്ചും, വാർദ്ധക്യമായാൽ മുനിയായി കഴിച്ചും. മുനിയായിട്ട് കഴിക്കാനാണ് പറഞ്ഞത്, ചിന്താസക്തനായിട്ട് കഴിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ചെറുപ്പത്തിലെ കളി മാത്രം നോക്കിയാൽ പോരാ, കുറച്ച് കാര്യവും നോക്കണം. ശൈശവ്യഭ്യസ്ത വിദ്യാണാം. കുറച്ച് അറിവൊക്കെ സമ്പാദിക്കണം. ചെറിയ കാര്യങ്ങൾ ഈശ്വരനെ കുറിച്ചൊന്നും അറിയണം. ചെറിയ പുരാണ കഥകൾ, നല്ല രസമുള്ള പുരാണ കഥകൾ, ഈശ്വര തത്വങ്ങൾ ചിലത് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് അറിയാം. ഇടയ്ക്ക് ഇങ്ങനെ ഒരു നേരം പോക്ക് വേണ്ടേ? അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളുടെ ജീവിതമാണ്, ജീവിത ശൈലി ഇങ്ങനെ ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. എന്തിന്? ഭജഗോവിന്ദത്തിന്. ബാലസ്ഥാവക് ക്രീഡാസക്ത, തരുണസ്ഥാവക് തരുണീസക്ത, വൃദ്ധസ്ഥാവക് ചിന്താസക്ത, പരമേ ബ്രഹ്മണി കോപിന സക്ത. ലൗകിക വിഷയങ്ങളിൽ ഉള്ള ആസക്തി മനുഷ്യനെ പൂച്ചുവിലങ്ങിടുകയാണ് ചെയ്യുന്നത്. ശരിക്ക് എല്ലാ സ്റ്റേജിലും, ബാലനായിരിക്കുമ്പോഴും, തരുണനായിരിക്കുമ്പോഴും, യൗവനായിരിക്കുമ്പോഴും, വാർദ്ധക്യമായിരിക്കുമ്പോഴും ലൗകിക വിഷയങ്ങളോടുള്ള ഭ്രമമുണ്ടല്ലോ, ആ ഒരു തൃഷ്ണ, ആവേശം, മോഹാവേശം, തൃഷ്ണ, ഇതൊക്കെ നമ്മളെ പൂച്ചുവിലങ്ങിടുകയാണ് ഓരോ സ്റ്റേജിലും. വെയിറ്റ് എന്നിട്ട് പിന്നാക്കം 2 അടി അങ്ങോട്ട് വയ്ക്കുമ്പോൾ 4 അടി പിന്നാക്കം വലിക്കും. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും പാവം അവന് ഈശ്വരനെ ചിന്തിക്കാനുള്ള സമയമില്ല. സംസാരത്തിൻ്റെ രീതി അതാണ്. സത്യം മനസ്സിലാക്കൂ. നെക്കഡ് ട്രൂത്താണ് ശങ്കരൻ പറയുന്നത്. അത് ഒളിച്ചു വെച്ചിട്ടോ, അല്ലെങ്കിൽ സെല്ലോ ടൈപ്പ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടോ, സെല്ലോഫൈൻ എന്താ പറയുക, നല്ല പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ളതൊന്നുമല്ല. നഗ്ന സത്യങ്ങളാണ്. ഇത് പാക്ക് ചെയ്യാനൊന്നുമില്ല ശങ്കരന്. എല്ലാം പൊളിച്ചു കാണിച്ചു തരാണ്. നമ്മളുടെ ജീവിക്കുന്ന ജീവിതം എന്താ കുട്ടികളെ നോക്കുക. ഡിസെക്ട് ദാറ്റ് ലൈഫ്. ഇത്ര ഓപ്പണായിട്ടാണ് നോക്കണം. എന്തൊരു ചിത്രമാണ് നോക്കുക ശങ്കരൻ്റെ. നമ്മളുടെ വിഡ്ഢിത്തരങ്ങൾ, നമ്മളുടെ പോരായ്മകൾ എന്തിന് ആവർത്തിക്കാതിരിക്കാൻ? ഇപ്പം നീ ആരാ? തരുണനാണോ? ബാല്യത്തിൽ കാണിച്ച വികൃതികൾ ഇപ്പം കാണിക്കാണ്ടിരിക്കുക, അതേ തെറ്റുകൾ ഇപ്പം ആവർത്തിക്കാണ്ടിരിക്കുക. ഇപ്പം നീ വൃദ്ധനാണോ? മറ്റേ ഘട്ടങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. ഇപ്പം നീ ബാലനാണോ? ആ ബാല്യവൃത്തിത്തിൽ നീ ശബലനാവാതിരിക്കുക. കുറച്ചൊരു ഈശ്വര വിചാരം, ഒരു മേമ്പടിക്ക്, കഷായത്തിലൊരു മേമ്പൊടി ഇടില്ലേ, അതുപോലെ ചെറിയൊരു ഈശ്വര വിചാരം. ദിവസത്തിൽ എത്ര മണിക്കൂർ നീ കളിക്കുന്നുണ്ട്? എത്ര മണിക്കൂർ നീ അന്യർക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്? എത്ര മണിക്കൂർ നീ അന്യരെ പ്രീതിപ്പെടുത്താനായിട്ട് ഈ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്നുണ്ട്? ഏതവസ്ഥയിലായാലും അതിൽ
ഒരു അരമണിക്കൂർ, 15 മിനിറ്റ്, 10 മിനിറ്റ്, 5 മിനിറ്റ് അവനവന് വേണ്ടി ഒന്ന് സ്പെയർ ചെയ്യൂടെ കൂട്ടാ? കളിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് സന്ധ്യയ്ക്ക് വന്നിട്ട് 2 മിനിറ്റ് നാമം ജപിച്ച് പൊക്കൂട്ടെ. രാമ 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 എന്ന് ചൊല്ലിയിട്ട് പൊക്കോളോ. ആ ഒരു ശീലം കൊണ്ടുവരുന്നത് നല്ലതല്ലേ? ഏത് ബാലനായ എന്താ, ഏത് യൗവനക്കാരനായ എന്താ പറയുക, യുവത്വം വന്ന ആളായാലും എന്താ, എത്ര വൃദ്ധനായാലും എന്താ? വൃദ്ധനായ എന്താ ബുദ്ധിമുട്ട് ഈശ്വരചിന്തനത്തിന്? ഒരു ഭാഗത്തിരുന്ന് വേറെ പണിയൊന്നുമില്ല, ചിന്തിച്ചൂടെ? ചിന്തിക്കില്ല. ചിന്താസക്ത. അത് പറയണ ശങ്കരൻ, ഇതാണ് നിങ്ങളുടെ ജീവിതം. ലുക്ക് അറ്റ് ദിസ്, ദിസ് ഇസ് വാട്ട് യു ആർ, ദിസ് ഇസ് യുവർ പ്രോസസ്, ലൈഫ് പ്രോസസ്. മനുഷ്യരാശിയുടെ സാമാന്യ സ്വഭാവം ഇതാണ്. അതിവിടെ ക്രമമായിട്ട് ആചാര്യൻ നമുക്ക് കാണിച്ചു തരികയാണ്. അതാത് ക്രമത്തിൽ ബാല്യനായാൽ എന്ത് ചെയ്യും, യൗവനം എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും. അപ്പോൾ ബാല്യകൗമാര ദിശകളിലൊക്കെ കളിക്കോപ്പുകളും കളിയുമായി കഴിയും. അത് തികച്ചും ബാഹ്യലോകത്തിലെ കളിവസ്തുക്കളാണ്. ആന്തരികമായിട്ടുള്ളൊരു കളിയില്ല, ഒക്കെ ബാഹ്യമായിട്ടുള്ള കളികളാണ്. ബാഹ്യവസ്തുക്കൾ നേടിയെടുക്കുക, അത് കൊണ്ടുവരിക, അത് കളിക്കുക, അത് ചീത്തയാക്കുക, അത് കേടുവരുത്തുക, വേറെ കുറെ കൊണ്ടുവരിക. ഇതല്ലാതെ അന്തർലീനമായിട്ട് ഒന്നുമില്ല. ആ സമയത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നുമില്ല. കുട്ടികളുടെ മനസ്സ് അതിലേക്ക് സാധാരണ പോകുന്നു എന്നത് ഒരു സത്യമാണ്. ഒരു കുട്ടിക്ക് അങ്ങോട്ട് അത്രയ്ക്കൊക്കെ ജന്മവാസന ഇല്ലാതെ ഒരു കുട്ടി അങ്ങോട്ട് എണീറ്റ് നിൽക്കാറായി ഇറങ്ങിയാൽ മുതശ്ശേ എനിക്ക് നാമം പറഞ്ഞുതരുമോ എന്ന് ആരും പറയില്ല വന്നിട്ട്. അല്ലെങ്കിൽ അമ്മേ എനിക്ക് സന്ധ്യാനാമം ഒന്ന് പഠിക്കണം എന്നുണ്ട് കേട്ടോ എന്ന് ആരും ഇങ്ങോട്ട് വേറെ പറയാറില്ല കുട്ടികളാരും. സ്വാഭാവികം, നാച്ചുറൽ. അവർ കുറ്റം വേണ്ട കാര്യമില്ല, അതൊരു സത്യമാണ്. ഒരു ധ്രുവനോ ഒരു പ്രഹ്ലാദനോ അല്ലെങ്കിൽ ഒരു നചികേതസോ ഒക്കെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കാണാമെന്നല്ലാതെ അതൊരു നിയമമായിട്ട് എടുത്തുകൂടാ. അതുണ്ടായിരിക്കാം, അതൊക്കെ മാതൃകാ കഥാപാത്രങ്ങളാണ്. എന്തിനാ മാതൃകാ കഥാപാത്രങ്ങൾ? അത് ഇന്നത്തെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ എന്നും ഉള്ള ബാല്യത്തിലുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനം പകരാനായിട്ട്. പക്ഷെ ബഹുഭൂരിപക്ഷവും അങ്ങനെയല്ല. എത്ര പ്രഹ്ലാദന്മാരുണ്ട്, എത്ര ധ്രുവന്മാരുണ്ട്, എത്ര നചികേതസ്സുമാരുണ്ട് ഇന്നത്തെ ബാല്യകാലത്ത്. ഇന്നത്തെ അല്ല, ഇന്നത്തെയും ബാല്യകാലത്തിൽ. കുട്ടികളെ ബാല്യകാലത്തിൽ അവർക്കറിയില്ല. അവരെ നേർവഴിക്ക് നയിച്ച് നല്ലപോലെ വളർത്തിക്കൊണ്ടുവരേണ്ട ചുമതല ആർക്കാന്ന് ഞാൻ പറയുന്നില്ല. യദ്യദാചരതി ശ്രേഷ്ഠ തത്ര ദേവേതരോജന സയത് പ്രമാണം ഗുരുതേ ലോകത്തതനുവർത്തതേ. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ആ ശ്ലോകം. അവർ കുട്ടികൾ ശ്രേഷ്ഠന്മാരെന്ന് ആരെയാണോ ഉദ്ദേശിക്കുന്നത്, ആ ശ്രേഷ്ഠന്മാർ ചെയ്യുന്നത് അവർ ചെയ്യും. കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ അസഭ്യമോ അല്ലെങ്കിൽ അസത്യമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കുക, സാധാരണയല്ലേ പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല. പലപ്പോഴും നമ്മൾ വളരെ വളരെ ഡെലിക്കേറ്റ് സിറ്റുവേഷൻസ് ഉണ്ടാക്കും. കുട്ടികൾക്കത് വല്ലാത്തൊരു എന്താ പറയുക, മെൻ്റൽ ഒരു കൺഫ്യൂഷനായിട്ട് മാറും. കല്യാണം ക്ഷണിക്കാൻ വരുന്ന ഒരാൾ, അതെ എന്നെ വരണം കേട്ടോ കല്യാണത്തിന്. തീർച്ചയായിട്ടും വരാം. ഞങ്ങളെല്ലാവരും വരാം. ഇങ്ങോട്ട് ചോദിക്കേണ്ടതിന് അങ്ങോട്ടാ പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടി വരാം. കല്യാണം സന്തോഷമായി, ഓക്കെ. അപ്പോൾ മറക്കണ്ട, ഡേറ്റ് മറക്കണ്ട കേട്ടോ, മാർച്ച് 15-ാം തീയതി. ഇല്ല മറിക്കുക, ഓർമ്മയുണ്ടേ, ഞങ്ങൾ വന്നോളാം, എല്ലാവരും കൂടി വന്നോളാം. സന്തോഷമായി. നമസ്തേ എന്നൊക്കെ പറഞ്ഞ് ഷെയ്ക്കിൻ്റെ കൊടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ, കൊറോണയല്ലേ. നമസ്തേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി, താഴത്തേക്ക് ഇറങ്ങിപ്പോയി അവർ. അപ്പോൾ ഈ കുട്ടി അച്ഛനോട് ചോദിക്കുക, അച്ഛൻ എന്താ അവരോട് പറഞ്ഞേ, എല്ലാവരും കൂടി കല്യാണത്തിന് വരാമെന്ന്. അതെങ്ങനെയാ വെച്ചാൽ പറ്റുന്നത്? 15-ാം തീയതി നമ്മളിവിടെ ഇല്ലല്ലോ, നമ്മൾ ദേവേട്ടൻ്റെ വീട്ടിലേക്ക് പോവല്ലേ. ദേവേട്ടൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടില്ല, നമ്മളൊക്കെ പ്ലാൻ ഇട്ടത് അങ്ങോട്ടല്ലേ, എല്ലാ ഒരുക്കങ്ങളും ആയില്ലേ.
അപ്പം അച്ഛൻ എങ്ങടെ പോവുക? അത് ഞാനോട് വെറുതെ പറഞ്ഞതാടാ. കഴിഞ്ഞു. അവിടെ പോയി. അവിടെ നിങ്ങളുടെ മാർക്ക് പോയി. അവിടെ മാർക്ക് പോയി. ആ കുട്ടി എന്താ വിചാരിക്കുക? ആവശ്യത്തിന് നുണയാവാം. അങ്ങനെയാണ് ആ കുട്ടി വളരുക. നേർവഴിക്ക് നയിക്കേണ്ട ചുമതല ആർക്ക്? ആർക്ക്? അധ്യാപകനോ? രാഷ്ട്രീയ നേതാക്കന്മാർക്കോ? നിങ്ങളുടെ നെയ്ബേഴ്സിനോ? നിങ്ങളുടെ കുട്ടികളെ നേർവഴിക്ക് നയിക്കേണ്ട ചുമതല ആർക്ക്? വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണത്. അവനെ ഞാൻ ആ സ്കൂളിലാണ് വിടണം, അവനെ ഈ സ്കൂളിലാണ് വിടണം, ഒന്നും പേടിക്കണ്ട. പിന്നെ വേറൊരു കൂട്ടുണ്ട്, അത് വലുതായി ഒക്കെ ശരിയായിക്കൊള്ളുന്നേ. ശരിയാവും, വലുതായി ഒക്കെ ശരിയാക്കുവാൻ. ഇതൊക്കെ ഓരോ എക്സ്ക്യൂസ് പറയാണ് എൻ്റെ കൂട്ടരേ, ഓരോ എക്സ്ക്യൂസ് പറയാം. അവനവൻ്റെ കർമ്മം അവനവൻ ചെയ്യാതെ അതിൽ നിന്ന് മാറി എസ്കേപ്പ് ചെയ്യാനുള്ള ഒരേ എസ്കേപ്പ് റൂട്ടാണ്. അവനെ നല്ല സ്കൂളിലേക്ക് അയച്ചിരിക്കണം. നീ വലുതായാൽ ശരിയാവും. അതൊക്കെ പിന്നെ ആവാം. ഭഗവത്ഗീത ഒന്നും ഇപ്പോഴല്ല പഠിക്കുക. അല്ലെങ്കിൽ തന്നെ 100 സിലബസ് എത്രയ്ക്കാണ് അവന് സ്കൂളിൽ പഠിക്കാനുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയിപ്പോൾ ഇതും കൂടെ വേണ്ടോ? നമുക്ക് വല്ല പ്രാന്തം ഉണ്ടോ എന്ന് പറയും അവർക്ക്. അപ്പോൾ ബാല്യം മുഴുവൻ എന്തായി കളഞ്ഞു? കളിയിൽ കളഞ്ഞു. ആ വാക്കൊന്ന് ഓർക്കുക, കളി. ക്ലാസ്, കളി, ട്യൂഷൻ ഇതൊക്കെ കഴിഞ്ഞ് എവിടെ സമയം കിട്ടിക്കുക? സ്കൂളിൽ പോകണം, അത് കഴിഞ്ഞ് വന്ന് കളിക്കാൻ പോകണം, കളിക്കാൻ പോയി കഴിഞ്ഞാൽ ട്യൂഷന് പോകണം, ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും രാത്രി ക്ഷീണിച്ചു, വലിയ ആഹാരം കഴിച്ചു, ആഹാരം കഴിച്ചാൽ പിന്നെ അവന് ഇരിക്കാൻ പറ്റില്ല, അപ്പം കിടക്കണം. ഈ രീതിയിൽ അവൻ്റെ ബാലം കഴിഞ്ഞു പോകുന്നു. എങ്ങനെ? കളിയിൽ. ബാലസ്താവ ക്രീഡാസക്ത. ഒരു രക്ഷയില്ല. ആ ഒരു യുഗം അങ്ങോട്ട് പോയി കുട്ടിയുടെ മനുഷ്യൻ്റെ. മനസ്സിലായില്ലേ? അടുത്ത ഘട്ടം തരുണസ്താവ തരുണീസക്ത. കാമിനികളിലും കാമക്കേളികളിലുമുള്ള പൈശാചികാർത്തി. Irresistible urge for Kamini and Keli. യൗവനം എന്താ ചെയ്യപ്പോ? അങ്ങനെയൊക്കെ ഉണ്ടാവും കുട്ടികൾ. പണ്ടത്തെ കാലമൊന്നും അല്ല ഇപ്പോൾ. എല്ലാവരും പറയും പണ്ടത്തെ കാലമല്ലാന്ന്. ഈ പണ്ടത്തെ കാലം എപ്പോഴാണാവോ? പണ്ടത്തെ ആൾക്കാരും പറയുന്നത് പണ്ടത്തെ കാലമല്ലാന്ന്. ഇന്നത്തെ യൗവനം ഒന്ന് നോക്കൂ, കുട്ടികളൊന്ന് ഇടിച്ചു നോക്കൂ. മമ്മി, ഡാഡി, വിളി തന്നെ ശരിയല്ല, വിളി തന്നെ മോശം. ചെറുപ്പത്തിൽ പഠിപ്പിച്ചതാണേ. മമ്മി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശവശരീരം. മമ്മി. ഈജിപ്തിലൊക്കെ കേട്ടിട്ടില്ലേ മമ്മീസ്? അപ്പം മമ്മീന്നേ ഉള്ളൂ, അമ്മയല്ല, മമ്മിയാണ്. അമ്മ എന്ന് വിളിക്കാൻ പാടില്ല കുട്ടികൾ, മോശ. അത് ഫാഷനല്ല, അതൊക്കെ ഓൾഡ് ഫാഷനാണ്. അമ്മ എന്ന് വിളിക്കാൻ പാടില്ല. അയ്യോ അമ്മയോ, നമുക്ക് മമ്മി എന്ന് വിളിച്ചാൽ മതി കേട്ടോ. മമ്മി. മറ്റോനോ ഡാഡി. ഡാഡി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വലിയൊരു വടി എന്നർത്ഥം, ദണ്ട്, ഒരു പണിഷിങ് റോഡ്, അത്രേ ഉള്ളൂ. അത് വിളിച്ചിട്ടാണ് കൊണ്ടുവരിക. മമ്മി, ഹൈ, ഡാഡി, ഹൈ. ഇത് കൂടെ ഒരു കുട്ടി വന്നിട്ട് നോക്കണ്ടോ? ആരുടെ? മൈ ഗേൾ ഫ്രണ്ട്. വെരി ഗുഡ്. ഹലോ അങ്കിൾ, ഹലോ ആൻറ്റി എന്നാ കുട്ടിയും പറയും. കാൽക്കലൊരു നമസ്കാരവും അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ലാത്തൊക്കെ ചെയ്യാം. അതും കൂടി ആയപ്പോൾ എല്ലാം ഓക്കെ. അച്ഛനും അമ്മയ്ക്കും അങ്ങോട്ട് മനസ്സങ്ങോട്ട് അലിഞ്ഞു. ഹൈ, ഇന്നത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുമോ? കണ്ടോ? പ്രേരിപ്പിച്ച് ഇതൊന്നും അറിയാത്തൊരു കാര്യം കാക്കലൊന്ന് വീണോ സാരില്ല, നമ്മൾ കാര്യം നടക്കാനല്ലേ, അല്ലാണ്ട് വേറൊന്നിനുമല്ല. ഒന്ന് തൊട്ടാൽ മതി, പൈസ ആയിക്കോളും. മോളൊക്കെ നല്ല മാനേഴ്സാട്ടോ. അവർ തമ്മിൽ പറയാം. എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഗേൾ ഫ്രണ്ട്, നല്ല മാനേഴ്സാണ്. പെൺകുട്ടികളായ അങ്ങനെ വേണം.
നമ്മുടെ മക്കൾ നമ്മളെ തൊട്ട് കാലിൽ നമസ്കരിക്കുമോ? ഇല്ലല്ലോ. അവൾ കണ്ടുവോ വന്നത്? അത് കഴിഞ്ഞൊരു പ്ലസൻറ്റ് കൺവെർസേഷനൊക്കെ നടന്ന് കുറച്ച് കഴിഞ്ഞ് സന്ധ്യയായപ്പോൾ നീട്ടു, മോനും ഗേൾ ഫ്രണ്ടും നീട്ടു, മമ്മി ഞങ്ങൾക്കൊരു ഡിസ്കോ ഡാൻസ് ഉണ്ട്, ഞങ്ങളതിന് പോവാട്ടോ, പോയിട്ട് വരാം, വേഗം വരാം, അധികം വേഗമില്ല, വേഗം ഞങ്ങൾ വരാം. അച്ഛനും അമ്മയ്ക്ക് എന്താ പറയാൻ പറ്റുക? ഹെൽപ്ലെസ്ലി ദേ സേ യെസ്. ഓക്കെ പൊക്കോ മോനെ, സൂക്ഷിച്ചു പോട്ടോ. ആ ഒരു വാർണിംഗ് ആണത്, സൂക്ഷിച്ചു പോ. എന്ത് സൂക്ഷിക്കണം? സൂക്ഷ്മതയൊക്കെ പോയി എന്നോ, പിന്നെ എന്ത് സൂക്ഷിക്കാനാ? ഇനി സൂക്ഷിക്കാനൊന്നുമില്ല കയ്യിൽ, പിന്നെ എന്താ സൂക്ഷിക്കേണ്ടവൻ? അവളും ഒന്നും സൂക്ഷിക്കാനായിട്ടില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ആലോചിച്ച് നോക്കൂ. കുട്ടികളുടെ കാര്യമായി പറയണത്, യൗവനത്തിലെ കാര്യമായി പറയണത്. കുട്ടികൾ പാപം ചെയ്യാൻ വഴിവിട്ടു പോകുമ്പോൾ ആ പോകുന്ന സമയത്ത് അത് നിർത്താൻ അധികാരമുള്ളവർ അത് നിർത്തണം. അത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികളും അത് പിന്തുടരും. ഇപ്പം മൂത്ത മോനാവും, രണ്ടാമത്തെ ഒരു കുട്ടി നിൽക്കുന്നുണ്ടാവും, പെൺകുട്ടി. അപ്പോൾ അവളും വിചാരിക്കില്ലേ എനിക്കൊരു ഗേൾ ഫ്രണ്ടായിട്ട് വേറൊരാളുടെ കൂടെ പോക്കൂടെ, അവിടെ നിന്ന് പോയിട്ട് കാല് തൊട്ട് നമസ്കരിച്ചാൽ പോരെ. ഈ രണ്ടാമത്തെ അനിയൻ നിൽക്കുന്നുണ്ടാവും, ഏട്ടനോ ഒന്നാവാച്ച എനിക്ക് രണ്ടെണ്ണാവാം അല്ലേ. ആശാൻ ഒന്ന് പിഴച്ചാൽ ശിഷ്യൻ 56 പിഴയ്ക്കെന്ന് പറഞ്ഞ പോലെ. ഇതാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജ്. ആ കറക്ഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാതാപിതാക്കന്മാർ കുട്ടികൾ ചെയ്യുന്ന തെറ്റ് പാപം തന്നെ വേണം പറയാൻ, തെറ്റെന്നല്ല. കുട്ടികൾ ചെയ്യുന്ന പാപം, സിന്നാണത്. ആ പ്രായത്തിൽ ചെയ്യുന്നത്, അത് ചെയ്യുന്നത് തടയാൻ അർഹതയും അധികാരമുള്ളവരാരാ? മാതാപിതാക്കന്മാർ. അവരത് തടഞ്ഞില്ലെങ്കിൽ അതേപോലെ പിന്നെയുള്ളവർ പിന്തുടരും. എന്നിട്ട് ആ കുടുംബത്തിൽ എല്ലാവരും അങ്ങനെയാവും. ആ കുടുംബത്തിന് ആകെ ചീത്തപ്പേര് കേൾക്കും. എന്നിട്ട് അവസാനം ഈ അച്ഛനും ഈ അമ്മയും ആ ദുഷിച്ച പേരിൽ ഈ പാപത്തിൻ്റെ കൂട്ടിൽ അവർ മുങ്ങിച്ചാവും. വളരെ ഭംഗിയായിട്ട് ശാന്തിപർവ്വത്തിൽ പറഞ്ഞിട്ടുണ്ട് മഹാഭാരതത്തിൽ. ആ തമ്പുരാൻ്റെ ഒരു രസികൻ തർജ്ജമയുണ്ട്. സംസ്കൃത ശ്ലോകം എനിക്ക് മുഴുവൻ അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല, വായിച്ചിട്ടുണ്ട് ഒരിക്കൽ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാനത് ഉച്ചരിക്കാൻ ഉദ്ധരിക്കുന്നില്ല. പക്ഷെ എൻ്റെ മലയാളം എനിക്ക് നല്ല ഓർമ്മയുണ്ട് തമ്പുരാൻ്റെ. ഇല്ല പാപം തടയുവാൻ ആരുമെങ്ങെന്നു കാണുകിൽ, ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഇല്ല പാപം തടയുവാൻ ആരും എന്നിങ്ങു കാണുകിൽ. പാപം ചെയ്യുന്നത് തടയാൻ ഈ ലോകത്തിൽ ആരുമില്ല. എൻ്റെ അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഗേൾ ഫ്രണ്ടിനെ കൊണ്ടുപോയി ഡിസ്കോ ഡാൻസിന് പോയി, അവിടെ പോയി ഇവിടെ പോയി, അവരൊന്നും പറഞ്ഞില്ല. യെസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പപ്പ, മമ്മി, ഡാഡി പോവാണേ, ഓക്കെ മോനെ പോയിട്ട് വാ, വേഗം വരാ, വേഗമില്ല അച്ഛാ. അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പിറ്റേ ദിവസം വന്നുവോ ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റില്ല. പിറ്റേ ദിവസം വന്നിട്ട് വല്ലതും പറഞ്ഞോ, എന്തിനാടാ മോനെ ഇതിന് പോകണം, അങ്ങനത്തെ കളിക്കൊന്നും പോകാൻ പാടില്ല, ചോദിച്ചില്ല. എന്താ എന്നോട് ചോദിച്ചേ, എങ്ങനെ ഉണ്ടായിരുന്നില്ല ഡിസ്കോ ഡാൻസ്, ആരൊക്കെയാണ് പങ്കെടുത്തത്, ആർക്കാ ഫസ്റ്റ് പ്രൈസ് കിട്ടിയേ, ഇതാണ് ചോദ്യം. അപ്പോൾ എൻ്റെ ഗേൾ ഫ്രണ്ട് ഒന്നും പ്രൈസൊന്നും കിട്ടിയില്ലേ അവൾക്ക്? അവൾ കളിച്ചു അമ്മ, അവൾക്ക് കിട്ടിയില്ല. അത് എന്താ കിട്ടാണ്ടിരിക്കാൻ കാരണം? അതിൽ നല്ല കുട്ടികളുണ്ടായിരുന്നു തന്നെ. അപ്പം എന്താ? ഇല്ല പാപം തടയുവാൻ ആരുമിങ്ങെന്നു കാണുകിൽ പല ലോകരുമേ പാപനിലയിൽ തന്നെ നിന്നിടും. ബാക്കിയുള്ള ലോകങ്ങളെല്ലാം, ലോകങ്ങൾ മീൻസ് അതിന് തൊട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം അതേ പാപനിലയിൽ തന്നെ നിന്നിടും. അവരും പാപം ചെയ്യാൻ തുടങ്ങും. അതിശക്തൻ അറിഞ്ഞിട്ടും തടയാ പാവമെങ്കിലോ, അറിയാണ്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇതറിയാം ഗേൾ ഫ്രണ്ടാണെന്നും ഡിസ്കോ ഡാൻസിനാണ് പോകണമെന്നും അവൾക്ക് വയസ്സ് 14-15 ആയിട്ടുള്ളൂ, ഇവൾക്ക് വീണ് 18 വയസ്സായിട്ടുള്ളൂ എന്നും ഒക്കെ നല്ല പോലെ അറിയാം. ശക്തിയുണ്ട്. അച്ഛനും അമ്മയ്ക്കും വേണമെങ്കിൽ പറഞ്ഞ് നിർത്താം. അതിശക്തൻ അറിഞ്ഞിട്ടും തടയാ പാപമെങ്കിലോ, ശക്തൻ എന്നാകിലും പാപക്കെട്ടിൽ പെട്ടു അലഞ്ഞിടും. അതിൽ കിടന്നവൻ വലയും. അവനന്ന് ഉത്തരം പറയാൻ മേപ്പെട്ട് തല പൊക്കാൻ പറ്റില്ല. പറഞ്ഞതിനൊക്കെ തർക്കുത്തരം പറയും കുട്ടികൾ. അച്ഛനമ്മ അങ്ങനെ പറഞ്ഞില്ലേ, ഇത് തെറ്റായിരുന്നു. ഞാൻ അന്ന് ആദ്യം വീട്ടിലേക്ക് കൊണ്ടുവന്ന December 27th, ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേറ്റ്. അച്ഛൻ എന്താ പറഞ്ഞേ? പെൺകുട്ടികളായ എങ്ങനെ വേണം?
നല്ല കുട്ടിയാണ്, നല്ല മാനേഴ്സാണ്. എന്നിട്ട് ഇപ്പം എന്താ അച്ഛൻ പറയണ? അവൾ നന്നല്ല, അവൾ വേണ്ട. എപ്പോഴാണ് പറയതൊക്കെ? ഉത്തരം പറയേണ്ടതില്ല. ശക്തനെന്നാകിലും പാപക്കെട്ടിൽ പെട്ടു വലഞ്ഞിടും. എത്ര മനോഹരമായ വരികളാണ് നോക്കൂ, എത്ര മനോഹരമായിട്ടുള്ള വരികളാണ്. എന്നും പ്രസക്തമാണ്, കുട്ടികൾക്കും തരുണന്മാർക്കും മാത്രമല്ല, എന്നും ആർക്കും പ്രസക്തമായിട്ടുള്ള മഹാഭാരതത്തിലെ വർജ്ജകൾ. അതിൻ്റെ കുഞ്ഞൂട്ടാൻ തമ്പുരാൻ്റെ തർജ്ജമയുണ്ടല്ലോ, അയ്യോ, ഇല്ലാ പാപം തടയുവാൻ ആരുമെങ്ങെന്നു കാണുകിൽ പല ലോകരുമേ പാപനിലയിൽ തന്നെ നിന്നിടും. അതിശക്തനറിഞ്ഞിട്ടും തടയാ പാപമെങ്കിലോ ശക്തനെന്നാകിലും പാപക്കെട്ടിൽ പെട്ടുവലഞ്ഞിടും. മനസ്സിലായി? അപ്പോൾ കുട്ടികളെ കറക്റ്റ് ചെയ്യേണ്ട നേരത്ത് കറക്റ്റ് ചെയ്യാൻ ശക്തി ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. എന്തുകൊണ്ട് ശക്തിയില്ല? പേരൻസ് എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ട് അവർക്ക് ശക്തിയില്ല? അപ്പോൾ തരുണസ്താവ തരുണീസക്ത, ഗേൾ ഫ്രണ്ടിനെ വീട്ടിൽ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു അർത്ഥം മാത്രമായിട്ട് ഇത് എടുക്കരുത്. വഴിവിട്ടിട്ടുള്ള ഭൗതിക എന്താ പറയുക സന്തോഷങ്ങളിലേക്കുള്ള അരിവിട്ട ബ്രേക്കും ബെല്ലും ഇല്ലാത്ത കുട്ടികളുടെ പോക്ക് നിർത്തിവെക്കുക. എന്നും മീറ്റ് ഔട്ട്, എന്നും ഹോട്ടൽ ഫുഡ്, എന്നും സിനിമ, ഓൾ ട്രാവൽ ബൈ ഫ്ലൈറ്റ്. എന്തത്? ഇങ്ങനെയുണ്ട് ഒരു ഭോഗ ലാലസന്മാർ. എവിടെയെങ്കിലും ഒരു സമയത്ത് ഷട്ടപ്പ് എന്ന് പറയണ്ടേ? പറയില്ല. കുട്ടികളല്ലേനേ, സാരില്ല. നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അപ്പുറത്തെ എന്ന് ചോദിക്കുകവര്. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ലോജിക്ക്. എന്തിനാ അപ്പുറത്തെ എന്ന് ചോദിക്കുന്നത്? കുട്ടികളെ വളർത്താൻ പറ്റാത്ത. അപ്പൊ യൗവന ദിശയിൽ പോകുന്നത് ഏതിലാ? കാമത്തില്. ബാല്യദിശയിൽ പോകുന്നത് കളിയില്. അപ്പൊ ഒന്ന് കളി, ഒന്ന് കാമം. ഈ രണ്ടും ആണ് ജീവിതത്തിനെ നയിക്കുന്നത്. പിന്നീടുള്ള വാർദ്ധക്യകാലോ മനസ്സ് പോകുന്നിടത്ത് ശരീരത്തില്ല. അതാണ് സങ്കടം കരുണപ്പാടിൻ്റെ. പണ്ട് എന്തൊക്കെ ചെയ്തിരുന്നു, അതൊക്കെ ഇങ്ങനെ അയവറച്ച് കിടക്കുക. ഒന്നിപ്പോൾ മനസ്സ് ചിന്തിക്കാനല്ലാണ്ട് ശരീരത്തിന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എത്ര സുഖമായിരുന്നു ഒന്നും കൂടി ഒന്ന് പോയിട്ട് വരാൻ, അവിടെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ചില ഡേറ്റൊക്കെ വരുമ്പോൾ കാരണപ്പാടി കിടന്ന് ഇങ്ങനെ കരയും. May 26. എന്താ മുത്തശ്ശ കണ്ണിന്ന് വെള്ളം വരുന്നത്? ഇല്ല മോനെ, എന്നത്തെ കലണ്ടർ നോക്കിയപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. എന്താ വിഷമം? ഇന്ന് May 26 അതെ, May 26 അതുകൊണ്ട് എന്താ? അപ്പോഴേക്കും മുത്തശ്ശന് കരച്ചിൽ വന്നു. ഇന്നത്തെ ദിവസമാണ് അന്ന് അവളോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയത്. കല്യാണം കഴിക്കാനേ ചെറുപ്പത്തിലേ 14-15 വയസ്സിലേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് തന്നെ ഞാൻ കല്യാണം കഴിക്കട്ടെന്ന് വെച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് പോയത് May 26 പിന്നെ അവളെ ഞാൻ കണ്ടിട്ടില്ല, ആരോ കൊണ്ടുപോയി. മുത്തശ്ശ അതൊന്നും വിചാരിക്കണ്ട, അപ്പോൾ അവിടെ കിടന്നോളൂ. ഇതെന്തായാലും മോനെ അങ്ങനെയല്ലല്ലോ. വൃദ്ധസ്ഥാവ ചിന്താസക്ത, ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടുക. മണൽ കൊണ്ട് കയറ് പിരിക്കുക എന്നൊക്കെ പറയില്ലേ, ആ പരിഭവം തന്നെ. അങ്ങനെയാണ് വൃദ്ധന്മാരുടെ കഴിക്കുക കൂട്ടും. അപ്പോൾ മാത്രമല്ല, ഈ ദുഷ്ടചിന്തകളാകുന്ന കറുത്ത മനസ്സ് ആ പ്രായത്തിലെ, കാരണം അങ്ങനെയുള്ള കർമ്മങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കറുത്ത മനസ്സ് അത് പ്രകൃതി പുറത്തേക്ക് കാണിക്കണ്ട എന്നുള്ളൊരു കാരുണ്യം കൊണ്ട് തലമുടിയൊക്കെ വെളുപ്പിക്കുകയും ചെയ്തു കാരണപ്പാടിൻ്റെ. അപ്പോൾ പുറത്തെ കറുപ്പൊന്നും പുറത്തേക്ക്, അകത്തെ കറുപ്പൊന്നും പുറത്തേക്ക് കാണില്ല. കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം പ്രകൃതി അങ്ങനെ ചെയ്തത്. ആവോ അറിയില്ല. തലയിൽ നരച്ചു. പിന്നീട് കുറേ കഴിഞ്ഞ ശ്ലോകത്തിൽ ഈ ഭജഗോവിന്ദത്തിനെ കാണാൻ നോക്ക്. അംഗങ്കലിതം ബലിതം ഉണ്ടെന്നുള്ള ശ്ലോകത്തിൽ കുറേ കൂടിയും ചിത്രീകരിച്ചിട്ടുണ്ട് വൃദ്ധന്മാരെ. ഇങ്ങനെ ചിന്തിച്ചിരുന്ന് ഒരു നാമം ചൊല്ലില്ല. സന്ധ്യയ്ക്ക് വിളക്ക് കണ്ടാൽ ദീപം എന്ന് വല്ലവരും പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരലുണ്ടാവില്ല വീട്ടിൽ. അഥവാ ആരെങ്കിലും ദീപം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഒന്ന് നീട്ടൊന്ന് നമസ്കരിക്കുക.
അതിങ്ങനെ ചിന്തിച്ച് കിടക്കും. മെയ് 26 മെയ് 26 എന്നിങ്ങനെ ചിന്തിച്ച് കിടക്കും. അങ്ങനെ ചിന്തിച്ച് വയ്ക്കുമ്പോഴാണ് ഇത്തമോരൊന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ എന്ന് പൂന്താനം പറഞ്ഞത്. ഒരു പോക്കാ പോണതാണ്. പെട്ടെന്ന് കുറച്ച് നെല്ലോളിയും കേൾക്കാം, അയ്യോ മുത്തശ്ശൻ. 2 മണിക്കൂർ കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ. അയാളുടെ കാര്യം കഴിഞ്ഞു. ആ ബലൂണും പൊട്ടി. ഇതാണ് ജീവിത രീതി, മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പം ഇതെന്താ ചിന്താവിഷയത്തിലിരിക്കുന്നു? കഥനം. അപ്പം കാമം, കേളി, കഥനം, 3 കകാരാണ്. കാമം, കേളി, കാമം, കഥനം. കേളി ചൈൽഡ്ഹുഡ്, കഥനം യൂത്ത്. എന്താ പറയുക, കാമം യൂത്ത്, കഥനം ഓൾഡ് ഏജ്. കേളി, കാമം, കഥനം. ഈ 3 ഓട്ടപാത്രത്തിൽ കൂടെയാണ് നമ്മൾ ജീവിതം കൊണ്ട് നിറയ്ക്കണത്. ഒന്നും കാണില്ല. കളിയായിട്ട് ബാലസ്ഥാവത്ത് പോവും. കാമായിട്ട് യൗവനവും പോവും. കഥനായിട്ട് വർദ്ധനായതും പോവും. അവസാനം ഒന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പം ഈ തിക്കും തിരക്കിലും ഈ യാത്രയിൽ എവിടെയാണ് ഈശ്വര ചിന്തയ്ക്ക് സ്ഥലം? വേർ ഈസ് എ സ്പേസ് എന്ന് പറഞ്ഞുതരും. കളിയും കാമവും കഥനവും മാറ്റിവെച്ച് എവിടെ സ്ഥലമുണ്ട്? കുട്ടികൾക്ക് പറ്റുമോ? യൗവനക്കാർക്ക് പറ്റുമോ? വൃദ്ധന് പറ്റുമോ? വേർ ഈസ് എ സ്പേസ്? ഒന്നും സ്ഥലമില്ലേ. എത്ര കുത്തിത്തിരിക, ഒക്കെ കുത്തിത്തിരിക നിറച്ചു വെച്ചിരിക്കുക, ഒരു വഴിയില്ല. അപ്പൊ ഭജഗോവിന്ദത്തിന് സ്ഥലമില്ല. ആകെ നിറച്ച് ഡുക്കറുംകരനെ കിടക്കുക അതിൻ്റെ ഉള്ളിൽ. ആകെ ഓൾ ഡുക്കറുംകരന്. അതുകൊണ്ട് ആദിശങ്കരൻ്റെ ഉപദേശം ഇതാണ്. ഏതെങ്കിലും ഒരു ദിശയിൽ കുറച്ച് സമയം കണ്ടുവയ്ക്കണം. അതാണ് ശങ്കരൻ ഉദ്ദേശിക്കുന്നത്. ഈ തുറന്നു കാട്ടുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. നോക്ക്, ഇതാണ് പിക്ചർ. ഇനി ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഒരു ദിശയിൽ, എവിടെയെങ്കിലും ഒരു ദിശയിൽ, ഒരു സമയത്ത് ഒരു വിത്ത് നട്. ഒരു ആധ്യാത്മിക വിത്ത് തന്നെ ഉള്ളിൽ നട്. ചെറുപ്പത്തിലായാലും കൊള്ളാം, യൗവനത്തിലായാലും കൊള്ളാം, വാർദ്ധക്യത്തിലായാലും കൊള്ളാം. ഒന്ന് നട്ടുവയ്ക്ക്. ചെറുപ്പകാലത്തായാൽ അത് വളരെ സുലഭമായിട്ട് കൊണ്ടു നടത്താം. അതെപ്പോഴും ഓർമ്മയുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, കുട്ടികളെ ചെറുപ്പത്തിൽ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ എന്ന് പഠിപ്പിച്ചത് അവർക്ക് ഇപ്പോഴും ഓർമ്മയില്ലേ? ഈ വൃദ്ധൻ കട്ടിൽ കിടക്കുമ്പോൾ ചെല്ലിലോ, അപ്പുണ്യ എങ്ങോട്ട് വാ, നിനക്ക് ഈ പാട്ടറിയോ? ഇത് പാട്ടാ മാമേ? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. എനിക്കറിയാം. ചെല്ല്. പുണ്ണി ചെല്ലുമ്പോൾ പുണ്ണിക്ക് ചെല്ലാൻ കിട്ടില്ല. അങ്ങനെയല്ലടാ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. അതെന്ന് പഠിച്ചതാരോ? ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചതാ. അതിപ്പോഴും ഓർമ്മയുണ്ട്. മറ്റൊന്നും വൃദ്ധന ഓർമ്മയില്ല. 2ാം ക്ലാസ്സിൽ പഠിച്ചത് നല്ല ഓർമ്മയാണ്. അപ്പോൾ ഈ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന് പകരമല്ല, അതിൻ്റെ കൂടെ വീട്ടിൽ കുട്ടികൾക്ക് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ, ആ ഒരു വാക്സിനേഷൻ കൂടി എടുത്തിരുന്നെങ്കിൽ അതിൻ്റെ ഫലം ഇന്ന് കിട്ടുമായിരുന്നില്ലേ? കിട്ടില്ലേ? നമ്മളുടെ കുട്ടിയോട് നമ്മുടെ പുരാണങ്ങളെക്കുറിച്ചോ ചരിത്രങ്ങളെക്കുറിച്ചോ സിദ്ധാന്തങ്ങളെക്കുറിച്ചോ വേദാന്തമൊക്കെ പോട്ടെ, സാമാന്യമായിട്ടുള്ള സനാതന ധർമ്മത്തിലെ കാര്യങ്ങൾ ചോദിച്ചു നോക്കൂ. ശ്രീരാമൻ ആരാ ചോദിക്കൂ? കൃഷ്ണൻ ആരാ ചോദിക്കൂ? ആരാ പഠിപ്പിച്ചു കൊടുക്കണവരെ? അവർക്കൊക്കെ എവിടെ സമയം? അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻസ് നേരിയ പോകുമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു വരുന്ന ട്വിങ്കിൾ ട്വിങ്കിൾ പഠിപ്പങ്ങോട്ട് നിർത്തിയിട്ട് അതിൻ്റെ കൂടെ 2 ലൈൻ ഭജഗോവിന്ദം അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്താൽ എല്ലാം ആവും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി, അക്കാഡമിക് എഡ്യൂക്കേഷൻ എങ്ങനെയാണോ പഠിക്കുന്നത് അതേപോലെ സ്പിരിച്വൽ അൺഫോൾഡ്മെൻറ്റും നമ്മൾ വീട്ടിൽ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു, നമ്മൾ ചെയ്യിപ്പിക്കേണ്ടതായിരുന്നു. ഒരു സംശയമില്ല അതിന്.
ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാർ. അതിൽ നിന്ന് ഒഴിയാണെങ്കിൽ ഇന്ന് തൊട്ട് ചെയ്യുക. ഇപ്പോൾ നൗ, റൈറ്റ് നൗ. നിങ്ങളുടെ മക്കളായാലും ശരി, കൊച്ചുമക്കളായാലും ശരി, കൊച്ചുമക്കളുടെ മക്കളായാലും ശരി, ഇന്ന് തുടങ്ങും ആ പാപം കുറച്ച് കഴുകിക്കളയണമെങ്കിൽ. റൈറ്റ് നൗ യു സ്റ്റാർട്ട്. അതൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്, മറക്കണ്ട. അതൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. നിങ്ങൾക്ക് എനിക്കും വയസ്സുകാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺ എനിക്ക് കിട്ടില്ല, നിങ്ങൾക്കും കിട്ടില്ല. നമ്മളുടെ ജനറേഷൻസിന് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് കുട്ടികളെ ഈ ആധ്യാത്മിക വിദ്യയിലേക്ക് തിരിച്ചു വിടുന്നത്. നമ്മളെക്കാട്ടിലും ബുദ്ധിശാലികളാണ് അവർ, വേഗം പഠിക്കും. അപ്പോൾ ഒരു ഉൾക്കാഴ്ചയുടെ ആവശ്യം അനിവാര്യമാണ്. ഏത് സ്റ്റേജിലായാലും ശരി, കുട്ടികളായാലും ശരി, അവർക്ക് ഉൾക്കാഴ്ച ഉണ്ടാവില്ല എന്നും വിചാരിക്കണ്ട. ടു സ്മോൾ ഫോർ ദം ടു ലേൺ. നോ നോ നോ, നോട്ട് അറ്റ് ഓൾ. അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കഥകൾ എത്രയുണ്ട്, കുട്ടികൾ രസിക്കുന്ന കഥകൾ എത്രയുണ്ട്. അമ്മമാരുടെ മുത്തശ്ശിമാരുടെ ഒക്കെ ചോദിച്ചു നോക്കൂ, എത്ര 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 കഥകൾ ഭാഗവതത്തിലും രാമായണത്തിലും മഹാഭാരതത്തിലും പഞ്ചതന്ത്രത്തിലും എന്തെല്ലാം കഥകളുണ്ട് കുട്ടികൾക്ക് പറഞ്ഞ് രസിപ്പിക്കാനായിട്ട്. ആധ്യാത്മിക തത്വം അവർ പിന്നെ മനസ്സിലാക്കിക്കോളും. അതിൻ്റെ ഒരു ഉൾക്കാഴ്ചയുടെ ആവശ്യം അനിവാര്യമാണ്. അതിന് മാത്രമേ, ആ ഉൾക്കാഴ്ചയ്ക്ക് മാത്രമേ ഈ ഭൗതിക ആകർഷണ തിരമാലകളെ തടുക്കാനുള്ള ശക്തി ഉണ്ടാവുള്ളൂ. ലോകം മുഴുവൻ കാമിനി കാഞ്ചനയെ കൊണ്ട് മനുഷ്യൻ ആകർഷിക്കപ്പെട്ടിരിക്കുകയാണ്. ചുറ്റും അതാണ്. അതിനെ ഒന്ന് തടുത്തു നിർത്താനുള്ളൊരു കഴിവ് അതുണ്ടെങ്കിൽ അവനാണ് ധന്യൻ, അവനാണ് ധീരൻ. ചിത്തം ചലിപ്പതിനു ഹേതു മുതിർന്നു നിൽക്കേ നെഞ്ചിൽ കുലുക്കം, അവനാണു ധീരൻ. ചിത്തം ചലിപ്പതിനു ഹേതു മുതിർന്നു നിൽക്കേ, മനസ്സിനെ ചാഞ്ചല്യപ്പെടുത്താൻ, അതിനെ ചലിപ്പിക്കാനുള്ള ഹേതുക്കളെ 4 പുറമുണ്ട് കൊഞ്ഞനം കാട്ടിയിട്ട്. എൻ്റെ കൂടെ വരുമോ എന്ന് കാണിച്ചിട്ട് പിന്നാലെ നിൽക്കുന്നുണ്ട് എല്ലാവരും 4 പുറവും. ചിത്തം ചലിപ്പതിനു ഹേതു മുതിർന്നു നിൽക്കേ നെഞ്ചിൽ കുലുക്കം, അവനില്ല അവനാണു ധീരൻ. അതൊന്നും സാരില്ല, അവരൊന്നും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പ് മനസ്സിന് വേണം. അതല്ല, ഇത് പറയുമ്പോഴേക്കും അവൻ്റെ പിന്നാലെ പോയി. Will you come with me? Yes, of course. നോ ഷട്ടപ്പ് എന്ന് പറയാനുള്ള ധൈര്യം ഇല്ല. ആ കുട്ടികൾക്ക് നമ്മൾ കൊടുത്തിട്ടില്ല, അത് കൊടുക്കൂ. അതാണ് ഇവിടെ ഈ ചിത്രം വരച്ച് കാണിക്കുന്നത്. ഒരു സമയത്ത് പോലും നിനക്ക് ഇതിന് സമയമില്ലല്ലോ കൂട്ടാ. ബാലസ്ഥാവ ക്രീഡാസക്ത, തരുണസ്ഥാവ തരുണീസക്ത, വൃദ്ധസ്ഥാവ ചിന്താസക്ത, പരമേ ബ്രഹ്മണി കോപിനസക്ത. കഷ്ടം കഷ്ടം. ഇങ്ങനെയായില്ലോ നിൻ്റെ ജീവിതം? അങ്ങനെ മതിയോ? ഇവനാണോ നീ ഇവിടെ ജനിച്ചത്? ചിന്തിക്കൂ എന്ന് പറയാണ് ശങ്കരൻ. മനസ്സിലായില്ലേ? അപ്പോൾ ആലോചിക്കാം. അന്നത്തെ ക്ലാസ് ഇവിടെ തൽക്കാലം ഈ ശ്ലോകം കൊണ്ട് നിൽക്കട്ടെ. നാളത്തെ ശ്ലോകം നമുക്ക് നോക്കിയിട്ട് നാളെ എടുക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.